താത്താക്ക് എന്തമ്മ വല്ല പനി എന്തെങ്കിലും ഉണ്ടാ? ഏ അവൾക്കൊരു അസുഖമില്ലല്ലോ. നീ എന്താ അങ്ങനെ ചോദിച്ച്? അല്ല, ഇത്ര നേരായിട്ടേ താത്ത അവിടെ നിന്ന് എണിച്ചു വന്നിട്ടില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചു. അവള് ഇന്നല്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഒരു 10-11 മണിയൊക്കെ ആവും എണിച്ചു വരണെങ്ങ, അതും കുട്ടീനെ എടുത്തിട്ട്. ഒരു പണിയും ചെയ്യില്ല. എന്തിനാ പറയുന്നത്? അവളിട്ട ഡ്രസ്സ് പോലും അവളൊന്നും തിരുമ്പിടില്ല. എന്നാ പിന്നെ ആ കുട്ടീനെങ്കിലും നേരാൻ നോക്കണ്ടേ, അതും ചെയ്യില്ല. ഞാൻ പിന്നെ ഒന്നും പറയാനും പോയില്ല, ചെറിയ കുട്ടിയല്ലേന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണ്ട, അത്ര തന്നെ. വേറെ വല്ല അമ്മായിമ്മമാരായിരിക്കണം. ആ കുട്ടീനെയും വെച്ചിട്ടേ താത്തനെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഓ, എന്തെങ്കിലും ആവട്ടെ കുട്ടിയേ. എനിക്ക് അവളെ പോലെ അവളോട് മത്സരിക്കാനൊന്നും എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അവളവളുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ടേ ഒരു പണിയും ചെയ്യില്ല. പിന്നെ ഇപ്പൊ പ്രസവിച്ചു വന്ന ശേഷം തീരെ ഇല്ല. ഉമ്മ അങ്ങനെ ഒരു പാവമായി പോയല്ലോ. പക്ഷേ എന്റെ അടുത്ത് താത്താന്റെ ഒരു കളിയും നടക്കില്ല. നോക്കട്ടെ ഞാന്. ഷെറീന, ഉമ്മ എവിടെറി? ഉമ്മ പാത്ത താത്താന്റെ വീട്ടിക്ക് പോയേക്കണു. എന്തേ? ഓ, അല്ല, അല്ലെങ്കിലേ ഉമ്മ എവിടെ പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ടാ പോവാ. ഇപ്പ അങ്ങനെയൊന്നും ഇല്ല, അതാ ചോദിച്ച. ഓ, ഇപ്പ അവിടെ ഞാനുണ്ടല്ലോ. ഏതു നേരവും വാലടച്ചുകൊണ്ട് ആ റൂമിലിരിക്കുന്ന താത്താനോട് ഉമ്മ എന്ത് പറയാനാ? അല്ല, രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കിയേക്കണ്? അടുക്കളയിൽ പോയി നോക്കായിരുന്നില്ലേ, അപ്പ അറിയൂല്ലോ. ഓ, നിനക്കേ പറയാൻ പറ്റിയെങ്കിൽ പറഞ്ഞാ മതി. നീ വലിയ ആളാവാനൊന്നും നോക്കണ്ട. പറയാൻ പറ്റില്ല. എന്തേ? ഉമ്മ, ഉമ്മ, ഉമ്മ വന്നില്ലേ? ഉമ്മ കുളിക്കുക. അപ്പൊ ഉമ്മാന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഉമ്മാന്റെ ഡ്രസ്സൊക്കെ ഞാനാ തിരുമ്പണ്. ഓ, അതെന്തായാലും നന്നായി. ഉമ്മാക്കൊരു സഹായമായല്ലോ. നല്ല കാര്യം. ഇത് ഷെറീന, എന്നാ അതും കൂടി തിരുമ്പിക്കോ. എന്റെ കുട്ടീന്റെ ഡ്രസ്സാടി. നാ, താത്താക്ക് എന്താ കൈയില്ലേ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെ പറയണ്ട്? ഞാനും ഉമ്മയൊക്കെ എന്താ താത്താന്റെ വേലക്കാരികളാണോ, ഇങ്ങനെ താത്ത പറയണ എല്ലാ പണികളും ചെയ്തു തരാനായിട്ട്? നീയേ എന്റെ ഡ്രസ്സുകളൊന്നും തിരുമ്പണ്ട, ഉമ്മ തിരുമ്പിക്കോളും. ഇല്ല, ഉമ്മ തിരുമ്പില്ല. ഇത്രയും നാള് ഉമ്മേനെയല്ലേ താത്താക്ക് എല്ലാ പണികളും ചെയ്തു തന്നത്. അതിനെ വയസ്സും പ്രായമൊക്കെ ആയി. ആ വിചാരം വല്ലതും ഉണ്ടോ? ഞാൻ എങ്ങനെ ഇവിടെ ഓരോ പണികളൊക്കെ ചെയ്യുന്നത്? പിന്നെ താത്താക്ക് മാത്രം എത്ര വലിയ പ്രത്യേകത? നിന്നെ പോലെയല്ല എനിക്ക് കുട്ടിയുള്ളതാ. അവനിക്കാണെങ്കിലോ അവനെ ഞാൻ തന്നെ എടുക്കണം എപ്പോഴും. അവനെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യണത്? ഹോ, കുട്ടിക്കിപ്പോ 1.5 വയസ്സായില്ലേ. അവൻ നടക്കാനും കളിക്കാനും ഒക്കെ ആയില്ലേ. അവനിപ്പോ നോക്കപ്പോ എന്താ പാട്? അതിനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറലോകമൊക്കെ ഒന്ന് കാണിക്ക്. ഏതു നേരം അതിനെ കൊണ്ട് ആ റൂമിൽ തന്നെ. ഇവിടെ ഉമ്മയും ഞാനൊക്കെ ഇല്ലേ. താത്ത പണിയുമ്പോഴേ ഞങ്ങള് കുട്ടീനെ നോക്കിക്കോളാ. അതും അല്ലെങ്കിലേ കുട്ടി ഉറങ്ങുമ്പോഴേ വേഗം പണികൾ ഒരുക്കണം. അങ്ങനെ വേണ്ടത്. എന്താടി ഇവിടെ പ്രശ്നം? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ആരും പണികൾ ചെയ്യണ്ട. ഇപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും കൂടി വഴക്കൂടണ്ട. എനിക്ക് വായിക്കുന്നിടത്തോളം കാലം ഞാൻ തന്നെ ചെയ്തോളാം. ഉമ്മൊന്നും മിണ്ടാണ്ടിരിക്കി. ഇതേ അങ്ങനെ വിട്ടുകൊടുത്താലേ ശരിയാവില്ല. ഉമ്മനെ താത്താക്കെ ഒരു പണി ചെയ്തു കൊടുക്കണ്ട. താത്ത ചെയ്യുന്നേ ഞാനൊന്ന് നോക്കട്ടെ. ഉം എന്തിനാ കുട്ടി എങ്ങനെ വെറുതെ? ഉമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കി.
ഉം. ഇപ്പൊ എങ്ങനെയുണ്ട് താത്ത? കുട്ടി കരയുണ്ടോ? അവനിക്ക് ഒരു കുഴപ്പമില്ല. അവനവിടെ ഉമ്മാനെ കൂടെ സുഖമായിട്ട് കളിക്ക. താത്താക്ക മടി. അല്ലാത്ത എല്ലാ അമ്മായിമ്മമാരെ പോലെ അല്ല നമ്മുടെ അമ്മായിമ്മ. അതൊരു പാവാണ്. താത്ത ഇവിടെ പ്രസവിച്ചു വന്നിട്ടേ ഇത്ര ദിവസമായിട്ടേ താത്താനെ കൊണ്ട് ഉമ്മ എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ താത്ത കണ്ടറിഞ്ഞ് അതൊക്കെ ചെയ്യണ്ടേ? ഇപ്പൊ കുട്ടിക്ക് 1.5 വയസ്സായില്ലേ? ഇനിയിപ്പോ താത്താക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തൂടെ? കുട്ടീനെയൊക്കെ ഉമ്മ നോക്കില്ലേ? പിന്നിപ്പോ താത്ത മാത്രല്ലല്ലോ, ഇപ്പോഴാണെങ്കിൽ ഞാനും ഉണ്ട്. നമുക്ക് ഒരാൾ കൂടി ചെയ്യാവുന്ന പണികളല്ലേ ഈ വീട്ടിലുള്ളൂ. കുട്ടീനെ ആണെങ്കിലോ എത്ര നേരം വേണമെങ്കിലും ഉമ്മ നോക്കിക്കോളും. അതിന് അത്ര ഇഷ്ടം ഉമ്മാക്ക്. ഓരോ വീട്ടിലെ അമ്മായിമ്മപ്പോരൊക്കെ താത്ത കേട്ടിട്ടില്ലേ? അവരൊക്കെ കുട്ടികളെ വെച്ചിട്ടാ വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യണത്. കുട്ടികളെ പോയി നോക്കില്ല അവിടുത്തെ അമ്മായിമ്മമാര്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്കൊക്കെ എത്ര വലിയ ഭാഗ്യ. സ്വന്തം ഉമ്മാനെ പോലെയല്ലേ അവര് നമ്മളെ നോക്കണത്. ഇപ്പൊ താത്താക്ക് മനസ്സിലായോ? ഞാൻ താത്താനെ കുറ്റപ്പെടുത്തിയതല്ല, താത്താക്ക് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്.